വർണ്ണലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വരയ്ക്കുന്നത് കളർ പേപ്പറിൽ ഓയിൽ പേസ്റ്റിൽ ചെയ്യുന്നതാണ്. ഇതുവരെ നമ്മൾ വൈറ്റ് പേപ്പറിലാണ് ചെയ്തത്. ഇത് കളർ പേപ്പറിൽ ഞാനിപ്പോൾ ഒരു ബ്ലൂ കളർ പേപ്പറാണ് ചെയ്യുന്നത്. ആ കളർ പേപ്പറിൽ ഒരു ലാൻഡ്സ്കേപ്പ് ചെയ്യണം. ഇതിന് ഞാനിപ്പോൾ ഡെപ്തുള്ള ഭാഗം ആദ്യം ചെയ്യണം. ഇപ്പോൾ ഒരു മരമുണ്ട്, മരത്തിന് ഞാൻ ബ്ലാക്ക് വെച്ചിട്ട് മരത്തിൻ്റെ ട്രങ്ക് വരയ്ക്കുകയാണ്. ഇത്തരം ഡ്രോയിങ്ങുകൾ സാധാരണ വൈറ്റ് പേപ്പർ ചെയ്യാറുണ്ട്, പക്ഷേ വൈറ്റ് പേപ്പറിനേക്കാൾ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും, മിഴിവുണ്ടാവും. ഒരു കളർ പേപ്പർ, ഇതിപ്പോൾ ബ്ലൂ ആണ്, ഏത് കളർ വേണമെങ്കിലും ഉപയോഗിക്കാം. എന്നിട്ട് വളരെ കളർഫുള്ളായിട്ട് ഓയിൽ പേസ്റ്റിൽ സാധാരണ കുട്ടികൾ ചെയ്യുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഇതൊരു നല്ലൊരു മീഡിയമാണ് ചെയ്യാനായിട്ട്. കാരണം വെള്ളത്തിൻ്റെ പ്രശ്നമില്ല, വെള്ളം ഒഴുകി പോവുക, വാട്ടർ കളറിൻ്റെ ടെൻഷൻ വേണ്ട, ഓയിൽ പെയിൻറ്റിൻ്റെ താമസം വേണ്ട, അക്രിലിക്കിൻ്റെ ഒരു പ്രയാസം വേണ്ട. അതല്ലാതെ ചെയ്യാവുന്ന, വളരെ സുഖകരമായിട്ട് ചെയ്യാവുന്ന ഒരു മീഡിയമാണ് ഓയിൽ പേസ്റ്റൽ. പല കളേഴ്സ് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇതിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ ഒരു നമ്മൾ വെൽ സ്റ്റഡീഡ് ആയിരിക്കണം. കാരണം ഇതിൻ്റെ കളർ മിക്സിങ് നടക്കുന്നത് പേപ്പറിലാണ്. അങ്ങനെ നമ്മൾ പച്ച കൊണ്ട്, ഇതിപ്പോൾ ഡീപ്പ് ഗ്രീനാണ്, ആ ഡീപ്പ് ഗ്രീൻ കൊണ്ട് കുറേ ഇലയുടെ ഭാഗത്ത് അതിങ്ങനെ ക്രോസ് ഹാച്ച് ഒരു സൈഡിലേക്ക് വരയ്ക്കുക, വീണ്ടും ക്രോസ് ഹാച്ച് ചെയ്യുക. അങ്ങനെ ചെയ്യണമെങ്കിൽ നല്ല വൃത്തിയായിരിക്കും ഡ്രോയിങ് പെയിൻറ്റിങ് കാണാനായിട്ട്. അധികമായിട്ട് വരക്കാതെ ചെയ്യണമെങ്കിൽ. ഇനി അതിൻ്റെ കൂടെ കുറച്ച് ലെമൺ യെല്ലോ കൊടുക്കുക. അത് ലെമൺ യെല്ലോ ചെയ്യുമ്പോൾ നേരത്തെ അടിച്ച് ഗ്രീനിൻ്റെ കൂടെ ചേർത്ത് വെച്ച് പോകണം. അല്ലെങ്കിൽ ലെമൺ യെല്ലോ വരയ്ക്കുമ്പോൾ സെപ്പറേഷൻ ഒരു മാറി നിൽക്കും, വിട്ട് നിൽക്കും. ലെമൺ യെല്ലോ ഈ നീല പശ്ചാത്തലത്തിൽ കാണാൻ തെളിയാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ കൈ കുറച്ച് പ്രസ് ചെയ്യേണ്ടി വരും. ഈ ഓയിൽ പേസ്റ്റിൽ വരച്ചാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് അത് പോരും. അങ്ങനെ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ അത് സ്പഞ്ച് ചെയ്ത് പോരാണ്ടിരിക്കാനായിട്ട് ഒരു മീഡിയം ഉണ്ട്, അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ബ്രഷ് വെച്ച് അടിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സാധനം അവിടെ അമർന്നിരുന്നോളും, നല്ലൊരു ഗ്ലോസി ഇഫക്റ്റ് കിട്ടും. അപ്പോൾ നമുക്ക് പിന്നെ എന്നും ഇത് യൂസ് ചെയ്യുക, എന്നും ഇത് ഫ്രെയിം ചെയ്യാതെ തന്നെ മതിലിൽ തൂക്കി വെക്കുക. അങ്ങനത്തെ സൗകര്യമുള്ളൊരു മീഡിയം ഉണ്ട്. അതുകൂടി ചെയ്യണം ഇത് ചെയ്യുമ്പോൾ. വീടിൻ്റെ കൂടെ താഴെ വരത്തക്ക രീതിയിൽ ബ്ലാക്ക്. ഇത്തിരി പുഴയിൽ കാണുന്ന ദൃശ്യം പോലെയാണ്. അപ്പോൾ അതിന് താഴെ റിഫ്ലക്ഷൻ സെയിം മുകളിൽ എന്ത് കളറാണുള്ളത് ആ കളർ താഴെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ അത് പുഴയായി. ഇത് ഓയിൽ പേസ്റ്റിലാണ്. ഇത് പല കളേഴ്സ് ഉള്ള കാർഡ് കിട്ടും, ഗ്രീൻ, ബ്രൗൺ, യെല്ലോ, അങ്ങനെയുള്ള ആ കളർ കാർഡിൽ ഇത് ചെയ്ത് തന്നാൽ മതി. വൈറ്റ് പേപ്പറിനെക്കാളും കുറച്ചും കൂടി ഇഫക്റ്റ് കൂടുതലാണ് ഇത്തരം കാര്യങ്ങൾ പരീക്ഷണങ്ങൾ നടത്തി നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇതാണ് ഇതിൻ്റെ മെത്തേഡ്. കളർ കാർഡിൽ ഓയിൽ പേസ്റ്റ് ചെയ്യുന്ന രീതിയായിട്ട് വളരെ സോഫ്റ്റായിട്ട് ചെയ്യാവുന്ന, ഭയങ്കര ഭംഗിയായിട്ട്, കുറച്ച് സമയമെടുത്ത് ചെയ്യണമെങ്കിൽ വൃത്തിയായിട്ട് നമുക്ക് ഡ്രോയിങ് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക.